നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി നഗരസഭയിൽ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ചാലക്കുടി സൗന്ദര്യവൽക്കരണ പദ്ധതിക്ക് പാലസ് റിംഗ് റോഡിൽ തുടക്കമായി. നിർമ്മാണം പൂർത്തിയായി വരുന്ന ആയുഷ് ആശുപത്രിയുടെ മുൻവശത്ത് തെക്കുഭാഗത്തായി കിടക്കുന്ന 7 സെന്റ് ഭൂമി ഉടമകളിൽ നിന്നും പൊന്നും വിലക്കെടുക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടി. വാർത്തകൾ വിശദമായി. ചാലക്കുടി നഗരസഭയിൽ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ചാലക്കുടി സൗന്ദര്യവൽക്കരണ പദ്ധതിക്ക് പാലസ് റിംഗ് റോഡിൽ തുടക്കമായി. പാലസ് റിംഗ് റോഡ് ഉൾപ്പെടുന്ന നഗരസഭയിലെ 16, 17, 18, 19, 20 വാർഡുകളിലെ വാർഡ് വികസന സമിതി, ചാലക്കുടി ലയൺസ് ക്ലബ്ബ്, സെയിന്റ് ജെയിംസ് അക്കാദമി എന്നിവയുടെ നേതൃത്വത്തിലാണ് ചാലക്കുടി സൗന്ദര്യവൽക്കരണ പദ്ധതിയായ എന്റെ പരിസര ശുചിത്വം എന്റെ ഉത്തരവാദിത്വം പദ്ധതി നടപ്പിലാക്കുന്നത്. പാലസ് റിംഗ് റോഡ് മാതൃകാ റോഡായി മാറ്റുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഓരോ വീടുകളിലും മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കൽ, മാലിന്യ സംസ്കരണ പരിശീലനം നൽകൽ, വഴിയോരങ്ങളിൽ തണൽ വൃക്ഷങ്ങൾ നട്ടുവളർത്തൽ, സെമിനാറുകൾ നടത്തൽ, അപകടങ്ങൾ ഒഴിവാക്കാനായുള്ള മിററുകൾ സ്ഥാപിക്കൽ, ആവശ്യമായ സ്ഥലങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കൽ, വഴിയോരങ്ങളിൽ വിശ്രമിക്കാനായുള്ള ബെഞ്ചുകൾ സ്ഥാപിക്കൽ, ദിശാ ബോർഡുകൾ സ്ഥാപിക്കൽ, വളവുകളിലെ കാനയ്ക്ക് മുകളിൽ സ്ലാബുകൾ സ്ഥാപിക്കൽ, വീതി കുറഞ്ഞ കലുങ്കുകൾ വീതി കൂട്ടുക, ഓപ്പൺ ജിം സജ്ജീകരിക്കൽ തുടങ്ങിയ പ്രവൃത്തികളാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഈസ്റ്റ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് ആരംഭിച്ച ശുചിത്വ ബോധവൽക്കരണ റാലി ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ AB ജോർജ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോമി കാവുങ്കൽ അധ്യക്ഷനായി. നഗരസഭാ പ്രതിപക്ഷ ലീഡർ CS സുരേഷ് ശുചിത്വ സന്ദേശ പോസ്റ്റർ പ്രകാശനം ചെയ്തു. വാർഡ് കൌൺസിലർ VJ ജോജി പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു, കൌൺസിലർമാരായി ദീപു ദിനേശ്, സിന്ധു ലോജു, TD എലിസബത്ത്, സെയിന്റ് ജെയിംസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനിമോൾ, ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില, മുൻ ഗവർണർ സാജു പാത്താടൻ, ബിജു ഗ്ലാമ്പിൽ, ഈപ്പൻ, KS സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ശുചിത്വമുള്ള ഇന്ത്യ, ശുചിത്വമുള്ള കേരളം, ശുചിത്വമുള്ള ചാലക്കുടിയൊക്കെ വർഷങ്ങളായി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതുമായിട്ടുള്ള പദ്ധതിയാണ്. സ്വച്ഛ് ഭാരത് മിഷൻ എന്ന പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ ഇന്ത്യയൊട്ടാകെ സൗന്ദര്യവൽക്കരിക്കുന്നതിനും പുതുമയുള്ളതാക്കി തീർക്കുന്നതിനും നവീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പദ്ധതി കോടാനുകോടി രൂപ ചെലവ് ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മാലിന്യമുക്ത നവകേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ പദ്ധതി, പോലീസ് സ്റ്റേഷൻ റോഡ് അടങ്ങിയ റിംഗ് റോഡ് ഒരു മാതൃകാ റോഡാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ആവശ്യമായ സ്ഥലങ്ങളിൽ വേണ്ടത്ര ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി മറ്റു മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഓരോ വീട്ടുകാർക്കും വേണ്ട നിർദ്ദേശങ്ങളും അതിനു വേണ്ട സാമഗ്രികളൊക്കെ നൽകുക. ചാലക്കുടിയിലെ ഈ പറഞ്ഞ റോഡ് ഉൾപ്പെടുന്ന 5 വാർഡിലെ കൗൺസിലർമാർ ഒന്നു ചേർന്ന് ഞങ്ങൾ രൂപം കൊടുത്ത പദ്ധതിയാണ് എൻ്റെ പരിസര ശുചിത്വം എൻ്റെ ഉത്തരവാദിത്വം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ സംഭവം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു ബോധവൽക്കരണ റാലിയുമായി സെന്റ് ജെയിംസ് അക്കാദമിയുടെ സഹകരണത്തോടുകൂടി ഇന്ന് റാലി സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ഏറെ നാളുകളായി ചാലക്കുടി സെന്റ് ജെയിംസ് അക്കാദമിയും ഇതോടൊപ്പം തന്നെ ഈ പദ്ധതി ഇതിനെ വിജയിപ്പിക്കാവുന്ന രീതിയിൽ മിററുകൾ സ്ഥാപിക്കുകയും ശുചീകരണം നടത്തുകയൊക്കെ കാലാകാലങ്ങളിൽ സെന്റ് ജെയിംസ് അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി കുറെ കൂടി നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ റോഡിൻ്റെ ഇരുവശങ്ങളും
ഈ കാര്യത്തിൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധാലുവാണ്. കഴിഞ്ഞ കൗൺസിൽ വരെ ഞങ്ങളോട് പറഞ്ഞത് വേസ്റ്റ് ഇട്ടാൽ അത് പിടികൂടിയാൽ ഒരു കൗൺസിലേഴ്സും പോലും അതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ആ പിഴ കുറച്ചു കൊടുക്കാനായിട്ടോ ഒന്നിനും തന്നെ ആ വഴിക്ക് വരരുതെന്ന് പറഞ്ഞു. അതിനൊക്കെ ഞങ്ങൾ ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞോളം എൻ്റെ പരിസരം, എൻ്റെ ഉത്തരവാദിത്വം, അത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ അത് നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നുള്ളൂ. ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ വ്യത്യസ്ത രീതിയിലുള്ള വസ്ത്രവിധാനമാണെങ്കിലും ഇന്ന് മനുഷ്യരെല്ലാവരും ഇന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള വസ്ത്രധാരണവും നല്ല രീതിയിലുള്ള പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല രീതിയിലുള്ള വസ്ത്രധാരണം പോലുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നുണ്ട്. ചാലക്കുടി റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മാത്യു നഗർ റെസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗത്തിന്റെ ആക്റ്റീവ് സ്കൂട്ടർ മോഷ്ടിച്ചു. ബൈക്കിലെത്തിയ മോഷ്ടാവ് ബൈക്ക് നിർത്തി നടന്നു പോകുന്നതും തിരിച്ച് വെളുത്ത നിറത്തിലുള്ള ആക്റ്റീവ് സ്കൂട്ടറിൽ തിരികെ എത്തി നേരത്തെ നിർത്തിയിട്ട ബൈക്കിൽ നിന്നും ഹെൽമെറ്റ് എടുത്ത് ധരിക്കുന്നതും സ്കൂട്ടർ ഓടിച്ചു പോകുന്നതുമായ ദൃശ്യങ്ങൾ CCTVയിൽ നിന്നും ശേഖരിച്ചു. പരാതി തുടർന്ന് ചാലക്കുടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചാലക്കുടി AOക്കെതിരെ നടക്കുന്ന മനുഷ്യത്വഹീനമായ നടപടിയിൽ പ്രതിഷേധിച്ച് KSTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN നസീർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഡെന്നി K ഡേവിസ് അധ്യക്ഷനായി. നേതാക്കളായ സാജൻ ഇഗ്നേഷ്യസ്, ലത, ഡോക്ടർ PC സിജി, ദീപ ആന്റണി, C പ്രമോദ്, KN വിവേക് എന്നിവർ പ്രസംഗിച്ചു. സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരം നടത്തേണ്ടി വരുന്നതിൽ വലിയ ദുഃഖമുണ്ട്. നമുക്ക് ഇത്രയും മനോഹരമായ ഒരു വിദ്യാഭ്യാസ കാലത്ത് നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ അനാവശ്യമായ വിവാദങ്ങളുണ്ടാക്കി, പ്രയാസങ്ങളുണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി വിദ്യാഭ്യാസ മേഖലയെ കലുഷിതമാക്കാനുള്ള ഉത്സുകമായ ശ്രമമാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനയായ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ നടത്തിയത് എന്നുള്ളത് ഏറെ പ്രതിഷേധാർഹമാണ്. ഒരു വിദ്യാഭ്യാസ വർഷത്തിൽ പ്രധാനമായും നടക്കേണ്ടുന്ന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടത്തി തീർക്കുന്നത് ഓരോ വിദ്യാഭ്യാസ ഓഫീസർമാരുടെയും പ്രധാനപ്പെട്ട ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്ന വിദ്യാഭ്യാസ ഓഫീസർക്ക് മേലെ സമ്മർദ്ദമുണ്ടാക്കി അവരെ ആരോഗ്യപരമായി, ശാരീരികമായും മാനസികമായും അവരോട് കാണിച്ച ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഇടപെടലാണ് വികസന സമിതിയുടെ പേരിൽ KPSTA അധ്യാപക സുഹൃത്തുക്കൾ നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വികസന സമിതി എന്നുള്ളത് ഒരു അനൗപചാരിക സമിതിയാണ്. അതിന് യാതൊരു തരത്തിലുള്ള നിയമപ്രാബല്യവുമില്ല. അങ്ങനെ ഒരു സമിതി വിദ്യാഭ്യാസ വകുപ്പിലില്ല. പക്ഷേ ഓരോ വിദ്യാഭ്യാസ ഓഫീസിലും കാര്യങ്ങൾ നടക്കുന്നതിന് അധ്യാപക സംഘടനകളുടെ ഒരു കൂട്ടായ്മ അനിവാര്യമാണ്. അത് പല പേരിൽ പലയിടങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ആ നിലയ്ക്ക് ഇവിടെ രൂപീകരിച്ചിട്ടുള്ള വികസന സമിതിയുടെ കൺവീനർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വികസന സമിതി അംഗങ്ങൾ എന്ന് പറയുന്നത് AOക്ക് കീഴിലുള്ള സബോർഡിനേറ്റ്സിന്റെ ഒരു കൂട്ടമാണ്. ചാലക്കുടി നഗരസഭ വിട്ടു നൽകിയ സ്ഥലത്ത് നിർമ്മാണം പൂർത്തിയായി വരുന്ന ആയുഷ് ആശുപത്രിയുടെ മുൻവശത്ത് തെക്കുഭാഗത്തായി കിടക്കുന്ന 7 സെന്റ് ഭൂമി ഉടമകളിൽ നിന്നും പൊന്നും വിലക്കെടുക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. റോഡിനും ആയുഷ് ആശുപത്രിക്കും ഇടയിലുള്ള ഈ സ്ഥലം കൂടി ഏറ്റെടുക്കുന്നതിലൂടെ ആശുപത്രിയിലേക്കുള്ള ഗതാഗത സൗകര്യം സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭൂമി നഗരസഭ ഏറ്റെടുക്കുന്നത്. ഈ സ്ഥലം സംബന്ധിച്ച് ഉടമകൾ നൽകിയ കേസ് ഒത്തുതീർപ്പാക്കാനും ഭൂമി ജില്ലാ കളക്ടർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് വിട്ടുതരാൻ ഉടമകൾ സന്നദ്ധരായിട്ടുള്ള സാഹചര്യത്തിൽ നടപടികൾ വേഗത്തിലാക്കി ഭൂമി ഏറ്റെടുക്കാനാണ് കൗൺസിൽ തീരുമാനം.
പടിഞ്ഞാറെ ചാലക്കുടി IRM LP സ്കൂൾ ചാലക്കുടി നഗരസഭ ഏറ്റെടുത്ത് നടത്തുന്നത് സംബന്ധിച്ച വിഷയത്തിൽ കൌൺസിലിന്റെ ഇപ്പോഴത്തെ തീരുമാനം അറിയിക്കണമെന്ന സർക്കാരിന്റെ നിർദ്ദേശത്തിൽ സ്കൂൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് സത്വര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടാൻ കൌൺസിൽ തീരുമാനിച്ചു. വർഷങ്ങളായി നടക്കുന്ന നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും സ്കൂളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും കൌൺസിലർ സുധാ ഭാസ്കരൻ ആവശ്യപ്പെട്ടു. നഗരസഭ രാജീവ് ഗാന്ധി ടൗൺ ഹാളിന്റെ അറ്റകുറ്റപ്പണി വാർഷിക അറ്റകുറ്റപ്പണിയുടെ 2.21 ലക്ഷം രൂപയുടെ ടെൻഡറും കൌൺസിൽ അംഗീകരിച്ചു. ടൗൺ ഹാളിന്റെ പ്രധാന ഹാൾ മാത്രമായി അനുവദിക്കണമെന്ന CS സുരേഷിന്റെ ആവശ്യത്തിൽ ഇക്കാര്യം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇത് പിന്നീട് കൌൺസിലിൽ വെക്കാമെന്നും ചെയർമാൻ അറിയിച്ചു. VR പുരം SC കോളനി നവീകരണ പ്രവർത്തനങ്ങൾക്കായി MP ബെന്നി ബെഹനാന്റെ പ്രാദേശിക വികസന ഫണ്ട് 45 ലക്ഷം രൂപ ഉപയോഗിച്ചുള്ള പ്രവൃത്തിക്ക് മരിയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ടെൻഡറിന് കൌൺസിൽ അംഗീകാരം നൽകി. നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ഫീസ് പിരിക്കുന്നതിനുള്ള കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 2.49 ലക്ഷം രൂപയുടെ ലേലം കൌൺസിൽ അംഗീകരിച്ചു. ചെയർമാൻ AB ജോർജ് അധ്യക്ഷത വഹിച്ചു. നമുക്ക് സർവീസ് റോഡുകൾ ഒരെണ്ണമല്ല, എല്ലാ സർവീസ് റോഡുകളും ഭംഗിയാക്കി തരണം. ചാലക്കുടി മുനിസിപ്പാലിറ്റി അകത്തുള്ള എല്ലാ സർവീസ് റോഡുകളും ഭംഗിയാക്കി തരണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ ഭരണകക്ഷി അല്ല പ്രതിപക്ഷം ഞങ്ങളും ഭരണപക്ഷം ഒരുമിച്ചിരിക്കാനായിട്ട് തയ്യാറാണ്. 10 മണിയായപ്പോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അവസാനം ചെയർമാൻ അവിടെ വരികയും അവിടെ വന്ന കൗൺസിലർമാരും നാട്ടുകാരും കൂടി ആ റോഡ് ഉപയോഗിക്കുവാനാണ് ഉണ്ടായത്. റോഡ് പുരാതിച്ചു. അതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മാറ്റി സ്ഥാപിച്ചു. പക്ഷെ നമുക്ക് 2 വട്ടം ഡേറ്റ് തന്നു തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് അന്നൊന്നും തുടങ്ങിയില്ല. അവസാനമായിട്ട് ബഹുമാനപ്പെട്ട ചെയർമാന് തന്നെ വാട്സപ്പ് സന്ദേശം PD അവിടെ GIP പണി തുടങ്ങും എന്ന് സന്ദേശം അയച്ചു. ചെയർമാൻ എനിക്ക് അത് ഫോർവേഡ് ചെയ്യുന്നു. ജനങ്ങൾക്ക് യാത്ര സൗകര്യത്തിന് ഏർപ്പാടാക്കണം. പിന്നെ മാത്രമല്ല എപ്പോഴും അവിടെ അപകടങ്ങൾ എപ്പോഴും അവിടെ അപകട മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ചെയർമാനും മറ്റേ എല്ലാവരോടും MLA എല്ലാം ചേർന്ന് ആ റോഡ് ഇനി ആരായാലും ഇവിടെ ഈ പറയുന്ന ഫൈൻ്റെ കാര്യത്തിൽ കുറവുണ്ട്. അവസാനം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സർവീസിൽ നിന്നും വിരമിച്ചവരുടെ കൂട്ടായ്മയായ ഓർമ്മക്കൂട്ട് വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. ഈ വർഷത്തെ ഓണാഘോഷം ഒഴിവാക്കിക്കൊണ്ടാണ് സംഘടന ഇങ്ങനെയൊരു സഹായം ചെയ്യുവാൻ തീരുമാനിച്ചത്. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന് മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പാളും ഓർമ്മക്കൂട്ട് രക്ഷാധികാരിയുമായ ഡോക്ടർ VK രാമൻകുട്ടി ചെക്ക് കൈമാറി. ഓർമ്മക്കൂട്ട് ഭാരവാഹികളായ CT ദേവി, VS സേതുമാധവൻ, PR രാജേന്ദ്രൻ, ആനന്ദരാജ്, KN നാരായണൻ, ES നദീറ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. രാജ്യാന്തര മാർക്കറ്റിൽ 2 കോടിയിലധികം രൂപ വില വരുന്ന 4.2 കിലോഗ്രാം കഞ്ചാവ് വിദേശത്ത് നിന്ന് കടത്താൻ ശ്രമിച്ചത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടി. തിങ്കളാഴ്ച തായ് എയർവേസ് വിമാനത്തിൽ ബാങ്കോങ്ങിൽ നിന്നും എത്തിയ തിരുവനന്തപുരം സ്വദേശി വൈശാഖ് മോഹനാണ് കഞ്ചാവുമായി പിടിയിലായത്. സംശയം തോന്നിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇയാളുടെ ബാഗഴിച്ച് പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെടുത്തത്. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് തോന്നിപ്പിക്കുന്ന വിധം ചെക്ക്-ഇൻ ബാഗിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു. 9 പാക്കറ്റുകളിൽ ആണ് ഇയാൾ സൂക്ഷിച്ചിരുന്നത്. കസ്റ്റംസിന്റെ കേണൽ സ്ക്വാഡിലെ നായ ജാനുവും ലഹരി ഓപ്പറേഷനിൽ ഉദ്യോഗസ്ഥർക്ക് സഹായം നൽകി. പൂച്ചവെപ്പുമായി ബന്ധപ്പെട്ട് 11 സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് അവധി നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇത് സംബന്ധിച്ച് ഉത്തരവുടൻ ഇറങ്ങും. സാധാരണ ദുർഗാഷ്ടമി ദിവസം സന്ധ്യയ്ക്കാണ് പുസ്തകം പൂജയ്ക്ക് വെക്കുന്നത്. ഇത്തവണ 2 ദിവസങ്ങളായി സൂര്യോദയത്തിന് തൃതീയ വരുന്നതിനാൽ അഷ്ടമി സന്ധ്യയ്ക്ക് വരുന്ന 10 വൈകിട്ടാണ് പൂജവെപ്പ്. ഈ സാഹചര്യത്തിൽ 11 അവധി നൽകണമെന്ന് ആവശ്യപ്പെട്ട് അധ്യാപക സംഘടനയായ NTU മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഇനിയൊരു ഇടവേള.